അസ്സലാമു അലൈക്കും മുത്തുമണീസ്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ലേ എല്ലാവർക്കും? അപ്പം ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് രാവിലെ ഇച്ചിരി തിരക്ക് പിടിച്ച പണിയിലാണ്. ഇന്നാണെന്നുണ്ടെങ്കിൽ പൊതുപരീക്ഷയാണല്ലോ മദ്രസിൽ. അപ്പം നേരത്തെ കാലത്തെ നീറ്റ് യാസീനോടെ പഠിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഓനിക്കില്ല ചായയും കടിയും കാര്യങ്ങളൊക്കെ സെറ്റാക്കുകയാണ്. രാവിലെ നേരത്തെ പോകണ്ടേ. ദോശയും ചട്നിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ചെയ്യാണ്. മദ്രസിലൊക്കെ പൊതുപരീക്ഷ സ്റ്റാർട്ട് ചെയ്തു അല്ലേ? ചില മദ്രസിൻ്റെയൊക്കെ കഴിഞ്ഞിരിക്കണ്. ഞങ്ങളത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്ന ആ ടൈമിൽ ഇതിപ്പോൾ 2 ദിവസമായി അത് അപ്ലോഡ് ആക്കാൻ ഇച്ചിരി നേരം വൈകി. ഞാൻ ഷൂട്ട് ചെയ്ത് അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ അത് ആക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതായത് ഇന്നലെ ഇരുന്നു ഞങ്ങളെ പൊതുപരീക്ഷ കഴിഞ്ഞത്. ഇന്നലത്തോടു കൂടി കഴിഞ്ഞ്. അപ്പോൾ ഇത് ഞാൻ മിഞ്ഞാന്ന് എടുത്തു വെച്ച വീഡിയോ ആണ്. പോസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇച്ചിരി നേരം വൈകി. അപ്പോൾ ഞാൻ ആ ഒരു ഇതിൽ അങ്ങനെ ചട്നിയും പിന്നെ അതേപോലെ ദോശയൊക്കെ പെട്ടെന്ന് പാർന്നൊക്കെ റെഡിയാക്കുകയാണ്. ഈ എക്സാമിൻ്റെ ടൈമിൽ കുട്ടികളെക്കാട്ടിലും ടെൻഷന് ഉമ്മമാർക്കാക്കാരല്ലേ. എൻ്റെ കാര്യം അങ്ങനെയാണ്. എനിക്ക് ഓന് എക്സാം എഴുതാൻ പോവുകയാണെന്നുണ്ടെങ്കിലും ഞാനാണ് ഇരുന്ന് എഴുതണ പോലെയുള്ള ഒരു ഫീലാണ് എനിക്ക് തോന്നണത്. അപ്പോൾ ബാവ കുറച്ച് ചക്ക കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ചക്കക്കൂട്ടാൻ വെക്കാന്നുള്ള ഒരു ഇതിലേക്ക് അതൊക്കെ കട്ട് ചെയ്ത് കുക്കറിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പം അതൊക്കെയുള്ള പൊടികളാണ്. ഇച്ചിരി മഞ്ഞൾപ്പൊടി, മുളക് പൊടി, വളരെ കുറച്ച് മുളക് പൊടി ഇട്ടാൽ മതിയാവും. എരിവിന് ആവശ്യമുള്ള മുളക് പൊടി, പിന്നെ ഇച്ചിരി ഉപ്പും പാട് ഇട്ടുങ്ങാണ്ട് വെള്ളം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചുങ്ങാണ്ട് ഞാൻ കുക്കറൊക്കെ അടച്ച് വെച്ച് ഇട്ടുണ്ട്. ഞാൻ ചൂട് കൊടുക്കണേ ഇച്ചിരി മുരിഞ്ഞ ദോശയാണ് യാസിൻക്ക് ഇഷ്ടം. അപ്പോൾ ഓന് ഫസ്റ്റത്തെ പരീക്ഷ കഴിഞ്ഞങ്ങാണ്ട് വന്നിക്കുകയാണ്. രാവിലത്തെ പരീക്ഷ കഴിഞ്ഞ് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് വന്നിക്കുകയാണ്. അപ്പോൾ ചായയും ഇതൊക്കെ കുടിക്കണുണ്ട്. അവൻ്റെ അടുത്ത് ഞാൻ ചോദിക്കണമുണ്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം. പിന്നെ ഓനൊക്കെ അങ്ങനെ മദ്രസയ്ക്ക് വീണ്ടും പോയിട്ടോ. അതിന് ശേഷം വീണ്ടും ഞാൻ നമ്മളെ ചക്കക്കൂട്ടാൻമക്കന്നെ എത്തിയപ്പോഴത്തേക്കും അതൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു. ഞാനതൊക്കെ ഉടച്ചു കൊടുക്കുകയാണ്. നന്നായിട്ട് തന്നെ ഉടച്ചു കൊടുക്കണം. അത് അതിന് ശേഷം അതിലേക്ക് ഇച്ചിരി തേങ്ങ അരച്ചതാണ് പാർന്നു കൊടുക്കണത്. തേങ്ങയിൽക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെറിയ ജീരകം, കുരുമുളക്, വെളുത്തുള്ളി ഒരു പോണിട്ടാൽ മതിയാവും കേട്ടോ. ഒക്കെ പാടിട്ടുങ്ങാണ്ട് കുഞ്ഞുള്ളി ഇട്ടുങ്ങാണ്ട് അരച്ചതാണ് അതിലേക്ക് പാർന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അവസാനം കടുക് പൊട്ടിച്ച്. അപ്പം നമ്മളെ അടിപൊളി ചക്കക്കൂട്ടാൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചക്കക്കൂട്ടാൻ ഇഷ്ടപ്പെടാത്തത് ആർക്കല്ലേ? അപ്പോൾ നിങ്ങളെല്ലാവരും ഇനി ഇതുപോലെ ട്രൈ നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ നോക്കൊണ്ടു. നമുക്ക് കട്ടൻ ചായയും പിന്നെ അതേപോലെ ചക്കക്കൂട്ടാനും 4 മണിക്ക്. അല്ലാന്നുണ്ടെങ്കിൽ ബീഫ് കറിയോ മീൻ കറിയോ ഒക്കെ കൂട്ടി കുഴച്ചുങ്ങാണ്ട് കഴിക്കണ ഒരു ടേസ്റ്റ് പറയണ്ട അല്ലേ. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഷെയർ ആക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നുണ്ട്. അതുവരേക്കും അസ്സലാമു അലൈക്കും.